ഞാൻ ചേച്ചിക്ക് ഫോട്ടോ ഇട്ടതില്ലായിരുന്നോ ബീറിന്റെ? അവന്റെ കഥ കേട്ടോ. അവൻ വന്നു, ഞാൻ കുളിക്കുമായിരുന്നു. അവൻ ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ ബീറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക. ഓക്കെ, കുളിക കഴിഞ്ഞു. അപ്പോൾ അവൻ അവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ബീർ എടുക്കട്ടെ എന്ന് വെച്ചു. കേട്ടോ, ഫുള്ളും കേക്ക്. നല്ല അടിപൊളി ചെക്കൻ, 27-28 വയസ്സ്. ഓക്കെ, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. വെളുത്തിട്ടും അല്ല കറുത്തിട്ടല്ല, ഒരു മീഡിയം കളർ. നല്ല പുൽക്കാന്താടിയൊക്കെ വെച്ച് ഇവിടെ മറ്റു ചെറിയൊരു മുടിയൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം ഹൈറ്റും പൊക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അവിടെ ഇരുന്നു, ഞാൻ ഈ കസേരയിലിരുന്നു. ഞാൻ അങ്ങനെ കൈ വെച്ചു, ബീറിൻ്റെ കയ്യിൽ. അപ്പം ഇവൻ ഇങ്ങോട്ട് പറഞ്ഞു ഇവൻ്റെ പ്രേമത്തെക്കുറിച്ച്, 17 വർഷത്തെ പ്രണയത്തെക്കുറിച്ച്, ഇവനെ തേച്ച പെണ്ണിൻ്റെ കഥ കുറച്ച് നേരം ഞാനത് കേട്ടിരുന്നു. അപ്പം ഞാൻ ടൈം ഇടക്കിടക്ക് നോക്കും, 1 മണിക്കൂറാണോ. ഞാൻ അങ്ങനെ ആർക്ക് സ്പെൻഡ് ചെയ്യാൻ കൊടുക്കാറില്ല. ഇവൻ്റെ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഞാൻ ഇടക്കിടക്ക് മൊബൈൽ അവിടെ, ഞാൻ ഇടക്കിടക്ക് ബീറടിക്കും, ഇങ്ങനെ കേൾക്കും, ടൈം ഇങ്ങനെ ഇടക്കിടക്ക് നോക്കും. ടൈം കഴിഞ്ഞ് ഇറങ്ങി പോകണമല്ലോ. അപ്പം കുറച്ച് നേരം അവൻ്റെ കഥയൊക്കെ കേട്ട്, നാട്ടിലവൻ്റെ കുറച്ചൊക്കെ കേട്ടു. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി തുടങ്ങല്ലേ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പം മൊബൈലിൻ്റെ വെട്ടം തെളിച്ചു. അപ്പോൾ കാശ് വന്നു കേട്ടോ. കാശൊന്നും ഒരു പിശുക്കും കാണിച്ചില്ല. കാശൊന്നും അയ്യോ സോറി, വന്നപ്പം അവനോട് ചോദിച്ചത് ചേച്ചി എനിക്കൊന്ന് ഫ്രഷ് ആവണമെന്നാണ് പറഞ്ഞേട്ടോ, മറന്നുപോയി. എന്നോട് പറഞ്ഞു ചേച്ചി കുളിക്കാൻ സൗകര്യം ഉണ്ടോ, ഞാൻ നടന്നു വന്നു, എനിക്ക് ഭയങ്കര ചൂട്, എനിക്കൊന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഫ്രഷ് ആയിക്കോളാം പറഞ്ഞു. ഞാൻ ടർക്കി എടുത്തു കൊടുത്തു. അവൻ കുളിക്കാൻ കയറി. കുളിച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു തണുക്കണില്ലല്ലോ AC. നമ്മൾ AC നല്ല തണുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്ര ഉള്ളതല്ലേ AC എന്ന് വെച്ചു ആദ്യം. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബീർ എടുക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ബീർ എടുത്ത് കൂടി കഴിഞ്ഞപ്പോൾ അവൻ്റെ വർത്താനാണ്. അപ്പോൾ ഞാൻ ചോദിച്ച ഇടയിൽ ഇപ്പം എങ്ങനെയാണ് എനിക്ക് തണുക്കുന്നോടാന്ന് വെച്ചു. അപ്പോൾ ഇപ്പം സെറ്റ്. അപ്പം ഞാൻ പറഞ്ഞു അത് നീ നടന്നു വന്നതിൻ്റെ കുളിച്ചതിൻ്റെ ചൂടുത്ത്, വെള്ളത്തിന് ചൂടല്ലേ, അതിൻ്റെ ചൂടിൻ്റെ ആയിരിക്കും നിനക്ക് തണുക്കാതെന്ന് പറഞ്ഞു. ഇപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇപ്പം നിനക്ക് തണുക്കുന്നുണ്ടോടാന്ന് ചോദിച്ചു. ചേച്ചി ഇപ്പം തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ടൈം നോക്കിയപ്പം 1 മണിക്കൂർ ടൈം തീരാറായി. ഓക്കെ, ഞാനങ്ങനെ ആർക്കും ഒരു ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ ഒരു ലേഡിയല്ല. പക്ഷെ അവൻ നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു സ്വഭാവം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് അവൻ 2 ബീർ അടിച്ചുകൊണ്ട് വന്നതല്ലേ. അപ്പോൾ ചേസ് കൂടിയില്ലെങ്കിൽ മോശമല്ലേ. ഓൾറെഡി ഞാൻ ഫിറ്റായിരുന്നു, ഉച്ചയ്ക്ക് ആ സാധനം അടിച്ചല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചേസ് അടിച്ച് കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 1 മണിക്കൂർ തീരാറായി. അപ്പം ഞാൻ പറഞ്ഞു സത്യം, എൻ്റെ പെറ്റമ്മയാണ് സത്യം, ഇത് ഉള്ള കഥയാണ്. എന്നിട്ട് ഞാൻ എനിക്ക് ലൈറ്റ് പാടില്ല, കാരണം എനിക്ക് വെട്ടം ഇഷ്ടം. അങ്ങനെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പം ഇവന് വലിയ ഹൈറ്റും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെക്കൻ നല്ല ചെക്കനൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ കാണാനൊക്കെ കൊള്ളാം, നല്ല സ്വഭാവം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നോളാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെ ഊരിട്ട് കിടക്കടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങേറ്റത്തേക്ക് കയറിയിരുന്നു. ആദ്യം ഞാൻ അങ്ങോട്ട് കയറിയിരുന്നു. അപ്പോൾ ഇവ ഷർട്ട് ഊരിയിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ ആ പാൻറ്റും കൂടെ ഊരാൻ പറഞ്ഞു. ഓക്കെ, എന്താ കഥ കേൾക്കണോ? എന്നിട്ട് പാൻറ് ഊരി അവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു ഇത്ര ആൾക്കുള്ള നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ നിക്കറിട്ടിട്ട് അവൻ കിടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. എടോ കഥ കേട്ടിട്ട് ആരും പോവല്ലേ. എന്നിട്ട് ഇവൻ ഇങ്ങനെ നിവർന്ന് കിടന്നു. ഓക്കെ, ശരീരമൊക്കെ നല്ല ഇതുണ്ട്, കൊള്ളാം. സുന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ചി സുന പോരാ. പക്ഷെ
ചെറുതല്ല വലുതല്ല മീഡിയം. ഈ ഈ കട്ട് ചെയ്ത് ഇങ്ങനെ തുമ്പ് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ എന്താ പെൻസിലിന്റെ കൂർമനിയില്ലേ, ഒന്ന് റൂൾ പെൻസിലിന്റെ മോന, ആ മോന പോലെ തുമ്പ്. എനിക്കിഷ്ടായില്ല, എനിക്ക് അങ്ങനത്തെ സുന ഇഷ്ടമല്ല. എന്നിട്ട് കേക്ക്, എന്നിട്ട് ഞാനോട് വലുതാണോ ഇഷ്ടം ഒന്ന് പോയി കഥ പറയട്ടെടോ, ഞാൻ ഇപ്പൊ നിർത്തോ. ആ കഥ പറയുമ്പോഴാണ് വ്യൂസ് കൂടും. ഓക്കെ, ഞാൻ അവനെ അടക്കം എടുത്തി. എൻ്റെ 2 കൈ കൊണ്ട് ഞാൻ അവൻ്റെ മാലെടുത്ത് പതുക്കെ തൊട്ടു. ഞാൻ ഇച്ചിരി കുടിച്ചിട്ടുണ്ട്, ഞാൻ ഇച്ചിരി നല്ല ഫിറ്റാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കൈ ഇങ്ങനെ അവൻ്റെ നെഞ്ചിൽ വെച്ചു. കൈ നെഞ്ചിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നിറച്ചു രോമം. പക്ഷെ എനിക്ക് ആ നെഞ്ച് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങനത്തെ രോമമുള്ള നെഞ്ച് എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്നാലും കസ്റ്റമറല്ലേ, വെറുപ്പിക്കാൻ പറ്റൂലല്ലോ, കാശ് തന്നവനല്ലേ. എന്നിട്ട് എൻ്റെ ദേഹത്ത് ഡ്രസ്സ് ഉണ്ട് കേട്ടോ, സെയിം നൈറ്റ് ആയിരുന്നു, ഈ മഞ്ഞ നൈറ്റ് തന്നെയായിരുന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് ഇവൻ നിവർന്ന് എങ്ങനെ കിടന്നു. ഞാൻ ചരിഞ്ഞ് എൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് പറഞ്ഞു. ജസ്റ്റ് ഇത് രണ്ടൊന്ന് മുട്ടിച്ചു നെഞ്ചിൽ, എന്നാൽ അയാൾ സുഖം വരുമോ. ചേർന്ന് കിടന്നു. അപ്പൊ അവൻ ഇങ്ങനെയല്ലേ കിടന്നേ, അപ്പൊ അവൻ്റെ ഈ കൈ എൻ്റെ ഇടയിൽ കൂടെ, അപ്പൊ അവൻ്റെ കൈയുടെ കൂടെ ഞാൻ തല ഞാൻ, അപ്പൊ അവൻ്റെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്തു, നെഞ്ചത്ത് കിടന്നു. ഓക്കെ, നെഞ്ചത്തല്ല, ഇങ്ങനെ കയറി നീങ്ങിക്കിടന്ന് എൻ്റെ കൈ അവൻ്റെ നെഞ്ചത്ത്. ഓക്കെ, ഇന്നലെ വന്നവൻ്റെ ചേട്ടാ പറയണേ. കേൾക്കണം എല്ലാവർക്കും, കഥ കേൾക്കാൻ താല്പര്യമുള്ളൊരു ഹായ് വിടും, എന്നാലേ പറയും, ഇല്ലേ പറയില്ല. ഹായ് ഇട്ട സ്റ്റോറി പറയും. ഹായ് വിട് കേൾക്കണം. എന്നിട്ട് കേക്ക് മേബിൾ കിട്ടി, അശ്വ ചേച്ചി കേക്ക് കിട്ടാ. എന്നിട്ട് മേബിളും ആറ്റിറ്റ്യൂഡ് നീയും കേട്ടാ. എന്നിട്ട് ഓൾറെഡി ഞാൻ നല്ല ഫിറ്റായിരുന്നു, പിന്നെ അതുപോലെ ഒരുപാട് നാളെ കസ്റ്റമേഴ്സിന് എടുത്തിട്ട്. എന്നിട്ട് ഞാൻ എന്താക്കി, അയാള് കുറച്ചു നേരം വർത്താനൊക്കെ പറയുന്നു. ലാസ്റ്റ് കഥ കേട്ടോ ഫുള്ളും കേൾക്കിട്ടാ. എന്നിട്ട് ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചു. ഓക്കെ, ഞാനും ചിത്തരിപ്പാണല്ലോ. ഓക്കെ, പിന്നെ നമ്മളെ മുത്തേ മോളെന്ന് വിളിക്കുമല്ലേ, തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീല്, മസാജ് ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ പതുക്കെ അവൻ്റെ ഇങ്ങനെ 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 താഴെ ഇങ്ങനെ. ഓക്കെ, പക്ഷെ എൻ്റെ കൊച്ചൊന്നും മിണ്ടാതെ ഇങ്ങനെ പറയട്ടെ. എനിക്കല്ലാണ്ട് പകുതിക്കതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ എനിക്ക് പറയുമ്പം ഇങ്ങനെ ഫുള്ള് തുടക്കം തുടങ്ങി പറയണം. അല്ലാണ്ട് ആ ചേട്ടൻ വന്നു, എന്നെ കിടത്തി, മോലേമ്മ തൊട്ടു, ഇവിടെ ഉമ്മ വെച്ചു, ഇതിങ്ങനെ പറയണത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. എനിക്കിങ്ങനെ പതുക്കെ പറയാൻ പറ്റുമോ? ഒന്ന് പറ മയില്. തെറി വിളിച്ചാൽ മൂടുവോ? ഓക്കെ, എന്നാ പറയണില്ല. ഇനി എന്നോട് സോറി പറ. ഇനി ഞാൻ ഇവിടെ സ്റ്റോറി പറയണമെങ്കിൽ നീ ഇവിടെ എന്നോട് സോറി പറയണം, എൻ്റെ തെറി വിളിച്ചത്. ഞാനല്ലാണ്ട് സ്റ്റോറി പറയത്തില്ല. ഓക്കെ, പറ്റില്ല. മുത്തേന്ന് വിളിച്ചാൽ പോലെ സോറി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റോറി ഇനി കംപ്ലീറ്റ് ആക്കും, ഇല്ലാണ്ട് കംപ്ലീറ്റ് ആക്കില്ല. സോറി പറ ബി ചേച്ചി, തെറി വിളിച്ചതിൽ സോറി പറ. സോറി പറ. സോറി ബിച്ചി. ഓക്കെ, ഇനി എൻ്റെ സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയിൽ തെറി പറയാൻ പാടില്ല. തെറി പറഞ്ഞാൽ എൻ്റെ മൂഡ് പോകും. ഇവിടെ ഇരിക്കുന്ന വ്യൂവേഴ്സിന് ഫുള്ളും ആ സ്റ്റോറി കേൾക്കണം. ഓക്കെ, ഇനി തെറി പറയരുത്. തെറി പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും, എൻ്റെ മൈൻഡ് പോകും, പിന്നെ ഞാൻ ഫുള്ളും പറയില്ല. ഓക്കെ, സോറി പറഞ്ഞില്ലേ ബിച്ചി, ഒന്ന് സെറ്റായി വന്നതാ, എല്ലാം പോയി. കഥ പറയുമ്പോൾ കമൻറ്റ് നോക്കാൻ പാടില്ല ബിജി.
എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്യുക? കമ്പി ഇപ്പോൾ കൊടക്കമ്പിയാവും.